ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. ഇന്ന് നമുക്ക് നല്ല ഹെൽത്തി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ഹൽവ തയ്യാറാക്കിയെടുക്കാം. റാഗിയുടെ ഗുണങ്ങളൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ. ചെറിയ കുട്ടികൾ മുതൽ വലിയ ആളുകൾ വരെ കഴിക്കേണ്ട ഒന്നാണ് റാഗി. അപ്പോൾ റാഗി കൊണ്ട് നമുക്ക് ഈസി ആയിട്ട് ഹൽവ തയ്യാറാക്കിയെടുക്കാം കേട്ടോ. ഇതിനേക്കാൾ എളുപ്പത്തിൽ ഹൽവ തയ്യാറാക്കിയെടുക്കാൻ പറ്റില്ല. ആദ്യമായിട്ട് തയ്യാറാക്കുന്നവർക്ക് പോലും നല്ല എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. നല്ല സോഫ്റ്റും ടേസ്റ്റുമാണ്. റാഗി ഇഷ്ടമില്ലാത്തവർ വരെ കഴിച്ചു പോകും. അപ്പോൾ നോക്കാം റെസിപ്പി എങ്ങനെയാണെന്ന്. അപ്പോൾ ഹൽവ തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ 1 കപ്പ് റാഗിയാണ് എടുത്തിരിക്കുന്നത്. ഞാൻ എടുത്തിരിക്കുന്ന കപ്പ് 240 ml ആണ് കേട്ടോ. ഇനി റാഗി ഒന്ന് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുക്കാം. 2-3 പ്രാവശ്യം നന്നായിട്ട് കഴുകാം, അഴുക്കും പൊടിയും ഒക്കെ പോകാൻ വേണ്ടിയിട്ടാണ്. കഴുകി വൃത്തിയാക്കി എടുത്ത റാഗിയിൽ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് കുതിർന്ന് വരാൻ വേണ്ടിയിട്ട് വയ്ക്കാം. കുറഞ്ഞത് ഒരു 4 മണിക്കൂറെങ്കിലും കുതിർത്തിയെടുക്കുക. ഇപ്പോൾ ഏകദേശം 5 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ആദ്യം നമുക്ക് ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കാം. ഞാനിവിടെ 1.5 കപ്പ് ശർക്കരയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. നേരത്തെ റാഗി അളന്നെടുത്ത അതേ കപ്പിൽ തന്നെയാണ് ശർക്കരയെ അളന്നെടുത്തിരിക്കുന്നത്. നല്ല കറുത്ത ശർക്കര എടുക്കുകയാണെങ്കിൽ ഹൽവയ്ക്ക് നല്ല കറുത്ത നിറം ഉണ്ടാവും. ഇതിലോട്ട് ഞാനൊരു 1/4 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചിട്ട് പാനി കാച്ചി എടുക്കുകയാണ്. ശർക്കര നന്നായിട്ട് അലിഞ്ഞ് വരണം. ഇപ്പോൾ ശർക്കരയൊക്കെ ഉരുകിയിട്ട് പാനി തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി ഇത് നന്നായിട്ടൊന്ന് അരിച്ചിട്ട് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് റാഗി ഒന്ന് അരച്ചെടുക്കണം. അപ്പോൾ ഇതാ ഈ വെള്ളം കളഞ്ഞതിന് ശേഷം മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം. റാഗിയുടെ കൂടെ ഞാൻ 1 കപ്പ് തേങ്ങ ചിരകിയത് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം കൂടി പോകരുത്. റാഗിയും തേങ്ങയും കൂടെ നമ്മൾ നന്നായിട്ട് അരച്ചെടുക്കാൻ പോവുകയാണ്. അരച്ചെടുത്ത റാഗി അരിപ്പയിലോട്ട് ഒഴിച്ചിട്ട് അരിച്ചെടുക്കാം. അപ്പോൾ ഇതിൻ്റെ കൊത്ത് ഒന്നും കൂടെ മിക്സിയുടെ ജാറിലിട്ടിട്ട് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഒന്നേന്ന് അരച്ചെടുക്കാം. ഇത് 2 മുതൽ 3 പ്രാവശ്യം വരെ ഇങ്ങനെ ചെയ്യാം. റാഗിയുടെ മൊത്തം പാലും കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്ന അരിപ്പിൽ കണ്ണറ കുറച്ച് വലുതാണ്. കുറച്ച് റാഗിയുടെ പൊടിയൊക്കെ കാണും അരിച്ചെടുത്താലും. ഇപ്പോൾ റാഗിയുടെ തവിട് കഴിക്കുന്നത് നല്ലതാണെന്നാണ് പറയുന്നത്. അതുകൊണ്ട് കുറച്ച് തവിടൊക്കെ വീണാലും കുഴപ്പമില്ല. ഇപ്പം നിങ്ങൾക്ക് നല്ല സ്മൂത്തായിട്ടുള്ള ഹൽവ വേണമെന്നുണ്ടെങ്കിൽ ഈ അരിച്ചെടുത്ത പാൽ ഒന്നും കൂടി ഒന്ന് ചായ അരിക്കുന്ന അരിപ്പിലോ വല്ലതും കൂടെ അരിച്ചെടുക്കുക. അപ്പോൾ അതാ 3 പ്രാവശ്യം വെള്ളം ഒഴിച്ചിട്ട് അരിച്ച് പിഴിഞ്ഞെടുത്തതാണിത്. ഈ റാഗിപ്പാൽ നമ്മുടെ പാല് പോലെ തന്നെ ഇരിക്കണം. അതിനേക്കാളും കൂടുതൽ കട്ടിയിലിരിക്കാൻ പാടില്ല. അപ്പോൾ കട്ടി കൂടുതലുണ്ടെങ്കിൽ കുറച്ചും കൂടെ വെള്ളം ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി റാഗിയുടെ പാല് നോൺ സ്റ്റിക്ക് പാത്രത്തിലോട്ട് ഒഴിച്ചു കൊടുക്കാം. നോൺ സ്റ്റിക്കിൽ ഹൽവ ഉണ്ടാക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ അടിക്ക് പിടിക്കില്ല. അപ്പോൾ ഉരുളിയിലൊക്കെയാണ് ചെയ്യുന്നതെങ്കിൽ നന്നായിട്ട് ശ്രദ്ധിച്ച് ഇളക്കി കൊടുക്കുക. അടിക്ക് പിടിക്കാതെ നോക്കുക. ഇതിൻ്റെ അടിയിൽ കുറച്ച് തവിട് കിടപ്പുണ്ട്. ഞാൻ അതും കൂടെ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ അതൊരു ചായയുടെ അരിപ്പിലോട്ട് ഒഴിച്ചിട്ട് അരിച്ചെടുക്കുക. ഇനി ഇതിലോട്ട് നമ്മൾ ഉരുക്കി വെച്ചിരിക്കുന്ന ശർക്കര കൂടി ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് ഇളക്കിയെടുക്കുക. തീ ഇപ്പോൾ സിമ്മിൻ്റെ മീഡിയത്തിൻ്റെ ഇടയ്ക്കാണ് ഇട്ടിരിക്കുന്നത്. ഇനി ഇത് നന്നായിട്ട് കുറുകി വരണം. റാഗി പെട്ടെന്ന് തന്നെ കുറുകി വരും. അധികം സമയമൊന്നും വേണ്ട. ഇപ്പോൾ ഇതാ കുറുകി തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. ഇനി കൈവിടാതെ തന്നെ ഇളക്കി കൊടുക്കുക. ഇത് പാത്രത്തിൽ നിന്ന് വിട്ട് വരുന്നത് വരെ നമ്മളിത് കുറുക്കിയെടുക്കണം. 1 മിനിറ്റ് കഴിയുമ്പോഴേക്കും നമുക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് കൂടി ചേർക്കാം. ഇപ്പോൾ പാത്രത്തിൽ നിന്നൊക്കെ വിട്ട് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇതിലോട്ട് 1/2 ടീസ്പൂൺ ഏലക്ക പൊടിച്ചത് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് ഞാൻ കുറച്ച് അണ്ടിപ്പരിപ്പ് ചെറുതായിട്ട് അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുക്കുകയാണ്. അണ്ടിപ്പരിപ്പ് നെയ്യിൽ വറുത്തൊന്നും എടുത്തതല്ല. ഈ ചൂടിൽ കിടന്ന് വെന്തോളും. നന്നായിട്ട് ഇളക്കിയെടുക്കുക. തവി കൊണ്ട് ചുറ്റിച്ച് നോക്കുമ്പോൾ തന്നെ ആ പാത്രത്തിൽ നിന്ന് വിട്ട് വരുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. കണ്ടോ, പാത്രത്തിൽ നിന്ന് ഇളകി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി സെറ്റ് ചെയ്യേണ്ട പാത്രത്തിലോട്ട് ഒഴിച്ചു കൊടുക്കണം. പാത്രത്തിൽ നന്നായിട്ട് നെയ്യ് തടവി എടുക്കുക. അതിനുശേഷം നമുക്ക് ഹൽവ ഒഴിച്ചു കൊടുക്കാം. ഇത് കണ്ടോ, ഒന്ന് പാത്രം ചരിച്ചപ്പോൾ തന്നെ മൊത്തം തനിയെ താഴോട്ട് വീണത്. ഇതിപ്പോൾ കൂടുതലുണ്ട്. ഞാൻ 2 പാത്രത്തിലായിട്ട് സെറ്റ് ചെയ്തെടുക്കാൻ പോവുകയാണ്. കുറച്ച് ഈ പാത്രത്തിലും കൂടെ ഒഴിച്ചു കൊടുക്കുകയാണ്. ഒരു പാത്രത്തിലാണെങ്കിൽ മൊത്തത്തിൽ ഒഴിക്കുകയാണെങ്കിൽ അത് കട്ടി കൂടിപ്പോവും. മോൾ വശം നന്നായിട്ട് തവി കൊണ്ടൊന്ന് തേച്ച് കൊടുക്കാം. ഇനി ഇത് കുറഞ്ഞത് 2 മണിക്കൂറെങ്കിലും എടുക്കും ചൂട് മാറി സെറ്റായിട്ട് വരാൻ വേണ്ടിയിട്ട്. ഞാനിത് രാത്രിയാണ് ഉണ്ടാക്കിയത്. രാവിലെയാണ് മുറിച്ചെടുക്കുന്നത്. അപ്പോൾ നന്നായിട്ട് ചൂടൊക്കെ മാറിയിട്ടുണ്ട്. ഇനി ഇഷ്ടമുള്ള ഷേപ്പിന് കട്ട് ചെയ്തെടുക്കാം. ഇത് കണ്ടോ,
എന്ത് സോഫ്റ്റ് ആണെന്ന്. നല്ല മണവും ടേസ്റ്റും ഒക്കെയാണ് കേട്ടോ. ഞാനിത് മുറിച്ച് കാണിച്ചു തരാം. കണ്ടോ, നല്ല സോഫ്റ്റാണ്. ഇപ്പോൾ റാഗി ഇഷ്ടമില്ലാന്ന് പറയുന്ന വലിയ ആളുകൾ വരെ ഇത് കഴിക്കും കേട്ടോ. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാവും. വേറെ ഹൽവകളെക്കാളും ഇത് നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കുകയും ചെയ്യാം. നല്ല ടേസ്റ്റുമാണ്, നല്ല ഹെൽത്തിയുമാണ്. കുഞ്ഞുങ്ങൾക്കൊക്കെ ഇതുണ്ടാക്കി കൊടുത്തു നോക്കുക. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്കും ചെയ്യുക. കൂടുതൽ റെസിപ്പികൾക്കായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു റെസിപ്പി ആയിട്ട് കാണാം. ബൈ.